നമസ്തേ, യോഗയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ലോ ബാക്ക് പെയിൻ കണ്ടീഷന് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ആസനയാണ് ശലഭാസനം. ആദ്യം അർദ്ധ ശലഭാസനം, അതിനുശേഷം ശലഭാസനം. എങ്ങനെയാണ് ഇവ രണ്ടും ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ശലഭാസനം. ആദ്യം അർദ്ധശലഭാസനം. അർദ്ധശലഭാസനം ചെയ്യുമ്പോൾ കമിഴ്ന്ന് കിടക്കുക, തള്ളവിരലകത്ത് വെച്ച് കൈ ചുരുട്ടി തൈസിൻ്റെ അടിയിൽ വയ്ക്കുക. അതിനുശേഷം ഒരു കാല് മുകളിലേക്ക് ഉയർത്തുക. ഇത് അർദ്ധശലഭാസനം. രണ്ട് കാലും ഒരേ സമയത്ത് ഉയർത്തുന്നതിന് ശലഭാസനം എന്ന് പറയും. അപ്പോൾ എങ്ങനെ ഇത് രണ്ടും ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. വളരെ സാവധാനത്തിൽ താടി തറയെ തൊടിയിച്ച് കൈ ചുരുട്ടി നിങ്ങളുടെ തൈസിൻ്റെ അടിയിൽ രണ്ട് കാലും തമ്മിൽ ചെറിയൊരു അകൽച്ച പാലിക്കുക. ഇനി വളരെ പതുക്കെ നമ്മളുടെ ശ്വാസം എടുത്തുകൊണ്ട് വലത്തെ കാല് മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാല് താഴേക്ക് കൊണ്ടുവരണം. ഇതേപോലെ അടുത്ത വശവും ചെയ്യുക. ഇൻഹെയിൽ, സാധാരണ ശ്വാസത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുക. എക്സെയിൽ ഡൗൺ. അല്പനേരം അങ്ങനെ തന്നെ റിലാക്സ് ചെയ്ത് കിടക്കണം. ഇനി ശലഭാസനം. കാലിൻ്റെ അകലം പാലിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കാലും മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ കാല് താഴേക്ക് കൊണ്ടുവരിക. കൈകൾ ഓരോന്നായിട്ട് റിലീസ് ചെയ്ത് വക്രാസനത്തിൽ റിലാക്സ് ചെയ്യണം. കണ്ണടച്ച് റിലാക്സ് ചെയ്ത് കിടക്കുക. വളരെ പതുക്കെ കൈയും കാലും ചേർത്ത് വെച്ച് എഴുന്നേറ്റ് വരാം. ശ്വാസമെടുത്തു പുറത്തേക്ക് വിട്ടുകൊണ്ട് വളരെ സാവധാനത്തിൽ നെറ്റിതറയെ തൊടിയിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തി പതുക്കെ കൈ റിലീസ് ചെയ്ത് മുട്ടിൻ്റെ പുറത്ത് വെച്ച് റിലാക്സ് ചെയ്യുക. സാവധാനത്തിൽ കണ്ണുകൾ തുറന്ന് പഴയ അവസ്ഥയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇപ്പോൾ നമ്മൾ ചെയ്തത് ശലഭാസനവും അർദ്ധശലഭാസനവുമാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബാക്ക് പെയിൻ ഉള്ളവർക്ക് ചെയ്യാം. പക്ഷേ ആദ്യം അർദ്ധശലഭാസനം ചെയ്ത് രണ്ട് മസിൽസും നമ്മളുടെ പരിധിക്ക് വന്നതിന് ശേഷം മാത്രമേ പൂർണ്ണ ശലഭാസനം അല്ലെങ്കിൽ രണ്ട് കാലും ഉയർത്തുന്ന ശലഭാസനത്തിലേക്ക് പോകാവൂ. ഈ ശലഭാസനം ചെയ്യുന്ന ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഡയബറ്റീസ് ഉള്ള വ്യക്തികൾ ഈ ആസനം ഒഴിവാക്കേണ്ടതാണ്. ഡയബറ്റീസ് ഉള്ള വ്യക്തികൾ തുടർച്ചയായിട്ട് ഈ ആസനം ചെയ്യാൻ പാടില്ല. പക്ഷേ ബാക്ക് പെയിനും ഉണ്ടെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ നമുക്കിത് ചെയ്യാം. ഭുജംഗാസനം ചെയ്യുന്നത് പോലെ തന്നെ 4 റൗണ്ട് വെച്ച് 20 സെക്കൻഡ് വെച്ച് 4 പ്രാവശ്യം 4 റൗണ്ടായിട്ട് ഈ ആസനം ചെയ്യുക. അപ്പോൾ എല്ലാവരും റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യണം ശലഭാസനവും അർദ്ധശലഭാസനവും. നമസ്തേ.